ഖദീജ, ഞാൻ നിന്റെ മൈലാഞ്ചി ചെടിയിൽ നിന്നും കുറച്ച് മൈലാഞ്ചി എടുക്കുന്നുണ്ട് കേട്ടോ. കുൽസുവിന് കയ്യിലിട്ട് കൊടുക്കാനാണ്. ഉമ്മാനെ കാണണമെന്ന പൂതി പറയുമ്പോൾ എനിക്ക് അവളോട് പറയാമല്ലോ, 2 കൈകളും മൂക്കിനോടടുപ്പിച്ച് കണ്ണടച്ച് മണത്താൽ മതിയെന്ന്. നിന്റെ ഉമ്മാന്റെ മണമാണെന്ന്. സത്യമെന്ന് തോന്നിയ ഒരു വരി കൂടി കൂട്ടിച്ചേർക്കുന്നു. സ്വർഗത്തിലും ഖദീജയെ വേണമെന്ന് ഞാൻ പടച്ചോനോട് പ്രാർത്ഥിക്കാറുണ്ട്. ഇപ്പോൾ ഞാൻ പടച്ചോനോട് സ്തുതിക്കുന്നു, നമ്മളെ ചേർക്കാത്തതിൽ, എന്നെ ഖദീജയോടൊപ്പം ചേർത്തതിൽ. ആ പുസ്തകം അവസാനിപ്പിച്ചത് ഈ വരികളിലൂടെയാണ്. നിലയ്ക്കാത്ത സ്നേഹത്തിൻ്റെ മാതൃകയാണ്. സ്നേഹിക്കാൻ മാത്രം അറിയുന്ന അബൂക്കയും സ്നേഹിക്കപ്പെടുന്നതറിയാതെ മറ്റൊരാളുടെ ഭാര്യയായി ജീവിച്ച ഖദീജയും, സ്വന്തം ഭർത്താവിൻ്റെ മനസ്സറിഞ്ഞ് മനസ്സിലാക്കിയ ആയിഷയും, എന്തിനും ഏതിനും കൂടെ നിന്ന മജീദക്കയും. കഥയുടെ മാറ്റ് കൂട്ടുമ്പോൾ ജീവിതമാണ്. പരസ്പരം മനസ്സിലാക്കി ജീവിച്ചാൽ മരിച്ചാലും മറക്കാനാവില്ലെന്ന് ഓർമ്മപ്പെടുത്തുന്ന ഒരു ജീവിതം.